നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിലെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവ ചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യും. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ വേണമെങ്കിൽ ആ ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഹാർട്ട്ഫുൾനെസ് ആപ്പ് എന്നുള്ള 2 ആപ്പ് ഉണ്ട്. അതിൽ നമുക്ക് ഓൺലൈൻ സിറ്റിങ്സ് എടുക്കാം. അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഒരു ട്രെയിനർ അവരെ സമീപിച്ച് ഇൻഡിവിജ്വൽ സിറ്റിങ്സ് എടുക്കാം. ഇതാണ് ഏറ്റവും നല്ല മാർഗം, ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഇൻട്രഡക്ടറി സിറ്റിങ്സ് എടുക്കുക. കാരണം അപ്പോൾ സംശയങ്ങൾ ചോദിക്കാനും നമ്മുടെ വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ ഷെയർ ചെയ്യാം. നമ്മൾ വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് സ്റ്റേറ്റ് ഫെയ്ത്ത്, ശ്രദ്ധ എന്ന് ഷഡ്സമ്പത്തികൾ പറയുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധ എന്ന് പറയുമ്പോൾ സാധാരണ മനസ്സിലാക്കുന്ന ഫെയ്ത്ത് അല്ല എന്നുള്ളത് ബാബുജി മഹാരാജ് സത്യോദയം എന്നുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് ശ്രദ്ധ. അപ്പൊ നമ്മൾ ശ്രദ്ധയെക്കുറിച്ച് പറഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ആ ശ്രദ്ധ ഒരു വ്യക്തിയുടെ യഥാർത്ഥ നേച്ചറിനെ റിവീൽ ചെയ്യുന്നു എന്നാണ്. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ, ആവശ്യപ്പെടുമ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? എൻ്റെ കയ്യിൽ അതിൻ്റെ കുറവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ വിഷ് പ്രകടമാക്കുന്നത്, ഒരാഗ്രഹം പ്രകടമാക്കുന്നത്. അപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ഒരു ചിന്തയെ സ്പോൺസറിങ് തോട്ട് എന്ന് കോൺവെർസേഷൻസ് വിത്ത് ഗോഡ് എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്. സ്പോൺസറിങ് തോട്ട്, അടിസ്ഥാനപരമായിട്ടുള്ള ചിന്ത.
നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഒരാള് കളിപ്പാട്ടങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുക എന്നാണ് ചോദിക്കും. അപ്പൊ എന്താ കാണിക്കുന്നത്? ആ വ്യക്തി ഇപ്പോഴും ഒരു ചൈൽഡിഷാണ്, കുട്ടിയാണ്. ശരീരം വലുതായിട്ടുണ്ടാവും, ചെറുതാവും, പക്ഷെ കുട്ടിത്തം മനസ്സൊന്നും മാറിയിട്ടില്ല. സിഗരറ്റ് വലിക്കാൻ പറ്റുമോ എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അയാൾ സിഗരറ്റ് വലിക്കാൻ ആഗ്രഹിക്കുന്നില്ല, സിഗരറ്റ് അയാൾ ഇഷ്ടമാണ്. അതാണ് അയാളുടെ സ്റ്റേറ്റ്. അപ്പൊ സ്പോൺസറിങ് തോട്ട് കാണിക്കുന്നത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നാണ്, നമ്മുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആ ഒറിജിനൽ തോട്ടിനെ കൂടുതൽ കൂടുതൽ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ ധനം വേണം എന്ന് ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അയാളുടെ ഉള്ളിൽ അയാൾ തോന്നിട്ടുണ്ടാണ് ഞാൻ നിർധനനാണെന്ന്. ചിലപ്പോൾ കോടിപതി ഉണ്ടാവും, പക്ഷെ നിർധനനാണ്. അപ്പോൾ സ്പോൺസറിങ് തോട്ട് ധനമില്ലാത്ത ഒരു അവസ്ഥയാണ്. അയാൾ കൂടുതൽ കൂടുതൽ നിർധനതയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. നിർധനത എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്ത അവസ്ഥയല്ല, പൈസ ഉണ്ടായിട്ടും പൈസ ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ നോക്കിയിട്ട് പിശുക്കന്മാരാണ്. അവരുടെ ധനം തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല, ആർക്കും കൊടുക്കൂല, സന്തോഷം ഒരിക്കലും അനുഭവിക്കില്ല. എല്ലാ കാര്യവും അങ്ങനെയാണ്. എനിക്ക് ആരോഗ്യം വേണം, എനിക്ക് എന്തെങ്കിലും രോഗം ഉണ്ട്, അത് മാറണം എന്ന് ആഗ്രഹിക്കാൻ എന്റെ രോഗാവസ്ഥയാണ് അത് കാണിക്കും. ചിലപ്പോൾ ഒരു അസുഖം ഉണ്ടാവില്ല, ചിലപ്പോൾ അസുഖം ഉണ്ടാവും. അസുഖം ഇല്ലാത്ത ആൾക്കാർ ട്രീറ്റ് ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഹിസ്റ്റീരിയ എന്നൊക്കെ പറയും. എനിക്ക് രോഗമുണ്ട് എന്നൊരു തോന്നലാണ്. എന്നിട്ട് പല സ്ഥലങ്ങളും അന്വേഷിച്ചുകൊണ്ട് പോകണം. അപ്പൊ ആ രോഗാവസ്ഥ അവിടെ ഉണ്ട്, അത് മാറുന്നില്ല. അപ്പൊ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് സ്പോൺസറിങ് തോട്ടിലാണ്. സ്പോൺസറിങ് തോട്ട്, ചിന്ത നമ്മുടെ ഈ മനസ്സുകൊണ്ട് മാറ്റാൻ സാധിക്കില്ല. കാരണം അവിടെ നിന്നാണ് ചിന്ത വരുന്നത് തന്നെ. തോട്ടിന്റെ ഉദ്ഭവസ്ഥാനം ആ സ്പോൺസറിങ് തോട്ട്, ഫസ്റ്റ് തോട്ട്, ആ ഉദ്ഭവസ്ഥാനം നമ്മുടെ ഫീലിംഗ് എന്ന് പറയാം. ആത്മാവിന്റെ ഭാഷയാണ് ഫീലിംഗ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഫീലിംഗ്, അവിടെ നിന്നാണ് ചിന്ത തന്നെ ഉദ്ഭവിക്കുന്നത്. ആ ഫീലിംഗ് മാറ്റണം എന്നുണ്ടെങ്കിൽ ചിന്ത കൊണ്ട് മാത്രം പറ്റില്ല. അതുകൊണ്ടാണ് എഡ്യൂക്കേഷനിലൂടെയോ അല്ലെങ്കിൽ അഡ്വൈസസിലൂടെയോ പുസ്തക വായനയിലൂടെയോ നമുക്ക് മാറാൻ സാധിക്കാത്തത്. അപ്പൊ അവിടെ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ എന്താണ് വഴി? നമ്മുടെ മനസ്സിനെ തന്നെ ഉയർത്തുന്ന മെത്തേഡ്സ് നമ്മൾ കണ്ടെത്താം. മനസ്സിനെ ഉയർത്തണമെന്നുണ്ടെങ്കിൽ മനസ്സിന്റെ മുകളിലുള്ള ഒരു ഫോഴ്സ് വേണം. നമ്മുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നസിന്റെ മുകളിൽ നിൽക്കുന്ന വേറൊരു വ്യക്തി, മനസ്സിൽ നമ്മളെക്കാളും വയ്യറായിട്ടില്ല, എന്നെ നമ്മൾ ഗുരു എന്ന് വിളിക്കും, നമ്മളെക്കാളും വലുത് എന്ന് പറയാം, ഗുരു എന്ന് പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ സഹായത്തോട് നമ്മൾ അടുത്ത ഡയമെൻഷനിലേക്ക് കിടക്കാം. പക്ഷെ അവിടുന്ന് പിന്നെ അടുത്ത ഡയമെൻഷനിൽ കിടക്കണേ അതിന്റെ മുകളിലത്തെ ഗുരുനാഥൻ വേണം. ഇങ്ങനെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നസ് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ ആ ലെവൽ ഓഫ് കോൺഷ്യസ്നസ് നിന്നുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു. സയന്റിഫിക് ആയിട്ടുള്ള ഒരു സത്യമാണ്. ഒരു പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ ആ സിസ്റ്റത്തിനുള്ളിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഒരു കുടുംബത്തിലെ പ്രശ്നം ഉണ്ടെങ്കിൽ കുടുംബക്കാർ ഒന്നിച്ചിരുന്നാൽ സോൾവ് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ പുറമേ നിന്ന് കൗൺസിലറെ കൊണ്ടുവരുന്നത്. കാരണം ഇവരെപ്പോഴും ഒരേ പ്രശ്നത്തിന്റെ പറഞ്ഞുകൊണ്ട് തർക്കിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും നമുക്ക് ഹയർ ഡയമെൻഷൻ ഒരു ഹെൽപ്പ് ആവശ്യമാണ്. അവിടെയാണ് ഈ നമ്മുടെ അടിസ്ഥാനപരമായ സ്പോൺസറിങ് തോട്ട് മാറ്റാനുള്ള ആ വഴി. അപ്പൊ നമ്മുടെ ഈ ഫെയ്ത്ത്, വിശ്വാസം, ഈ പറയുന്ന ഫെയ്ത്ത് നമ്മൾ ശരിക്കും സ്മരിക്കുന്നത് നമ്മുടെ ലെവലിലാണ്. അതുകൊണ്ടാണ് ശ്രദ്ധ എന്നതിനെ പറയുന്നത്. നമുക്കത് മാറ്റാൻ സാധിക്കുന്നില്ല, വിചാരിച്ചാലും കൂടി മാറ്റാൻ സാധിക്കില്ല എന്ന് ലാലാജി മഹാരാജ് പറഞ്ഞു. മനസ്സുകൊണ്ട് മാറ്റാൻ സാധിക്കും. അപ്പൊ അവിടെയാണ് നമ്മളുടെ ലെവല് ഉയർത്തണം എന്ന് പറയുന്നത്, റെഗുലർ സാധനയിലൂടെ, പ്രാർത്ഥനാ ഭാവത്തിലൂടെ. അപ്പൊ പ്രാർത്ഥനയിൽ നമ്മൾ ഒരു ചേഞ്ച് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. എന്താണ് പ്രാർത്ഥനയിൽ കൊണ്ടുവരേണ്ട ചേഞ്ച്? നമ്മൾ ആദ്യം തന്നെ എല്ലാ സമ്പത്തും ഈശോ എനിക്ക് നൽകുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. എനിക്കില്ലാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് വേണം, താങ്ക്ഫുൾനെസ്. ഞാൻ അങ്ങയോട് നന്ദി പ്രകടിപ്പിക്കുന്നു, എല്ലാ വിധത്തിലുള്ള സമ്പത്തും അങ്ങ് എൻ്റെ ഉള്ളിലുണ്ട്, എനിക്ക് വേറെന്താ ആവശ്യമുള്ളത്? എൻ്റെ ഹൃദയത്തിൽ അങ്ങ് തന്നെയാണ് എല്ലാം നൽകിക്കൊണ്ട് അവിടെ നിൽക്കുന്നത്, എനിക്ക് ഇനിയൊന്നും ആവശ്യമില്ല. ഞാനിതെങ്ങനെ ഉപയോഗിക്കണം എന്ന് മാത്രം എനിക്ക് സാധിച്ചാൽ മതി. എനിക്ക് അങ്ങയുടെ സേവകനാവണം. പ്രാർത്ഥനയുടെ ഡയമെൻഷൻ മാറി. ആദ്യം ഗ്രാറ്റിറ്റ്യൂഡാണ് അർപ്പിക്കുന്നത്, താങ്ക്ഫുൾനെസ് ആണ് അർപ്പിക്കുന്നത്. അടിസ്ഥാനമായിട്ടുള്ള ആ ഫസ്റ്റ് തോട്ട് വരുന്നത് അദ്ദേഹത്തിന്റെ തോട്ടായിട്ട് മാറും, ഈശ്വരന്റെ തോട്ടായിട്ട് മാറും, പ്യൂർ തോട്ടായിട്ട് മാറും. അതുപോലെ പ്രാർത്ഥനയുടെ ആ സ്ട്രെങ്ത്, നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് ഒരിക്കൽ ഡിസ്കസ് ചെയ്താണ്. പ്രാർത്ഥനയെക്കുറിച്ച് കുറേ സെഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ പ്രാർത്ഥനയിലുള്ള നമ്മുടെ മനോഭാവം നമ്മൾ മാറ്റേണ്ട ആവശ്യമാണ്.
അങ്ങനെയാണ് നമ്മുടെ ശരിക്കുള്ള ആ ശ്രദ്ധ നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ഒന്നിൻ്റെയും കുറവ് അനുഭവപ്പെടില്ല. നമ്മൾ പരിപൂർണമായിട്ടും അദ്ദേഹത്തിൽ ആ പ്യൂരിറ്റിയിൽ സെന്റേഡ് ആവും. നമ്മൾ സ്മരിക്കുന്നത് നമ്മുടെ ലെവലിനല്ല, നമ്മുടെ തന്നെ ഞാൻ എന്നുള്ള ഭാവത്തിന്റെ ഒറിജിനൽ അവസ്ഥയെ സ്മരിച്ചുകൊണ്ടാണ് പിന്നെ പ്രവർത്തിക്കുന്നത്. കാരണം എൻ്റെ കയ്യിലെല്ലാം ഉണ്ട്, അദ്ദേഹത്തിന്റെ ഇൻസ്ട്രുമെന്റ് ആണ് ഞാൻ, എനിക്ക് കുറവുകളൊന്നുമില്ല. ബാബുജി മഹാരാജ് പറയാറുണ്ട്, ലാലാജി മഹാരാജിൻ്റെത് ഒന്നും എൻ്റേതല്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന്. അപ്പൊ നമ്മൾ പിന്നെ പ്രവർത്തിക്കുന്നത് എൻ്റെ ക്രിയേഷൻ എന്ന നിലയ്ക്കായി. എവിടെ ആരെയും വേദനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ഉടനെ തന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. ആരെയും സന്തോഷിക്കുന്നതിന് അതിന്റെ കൂടെ എനിക്ക് സന്തോഷിക്കണം. പ്രവൃത്തിയിൽ ഞാൻ എനിക്ക് പറ്റുന്നത്ര രീതിയിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, കോഓപ്പറേറ്റ് ചെയ്യണം. എവിടെയൊക്കെ ഹെൽപ്പ് സ്വീകരിക്കാം അവിടെയൊക്കെ ഹെൽപ്പ് സ്വീകരിക്കും. ഒരിക്കലും ഈഗോടെ കടന്നു വരികയില്ല. കാരണം ഞാൻ പ്യൂറാണ്, പ്യൂരിറ്റിയുടെ പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധ മാറുന്നത്. ഇതൊരു കണക്ഷനായിട്ട് മാറുന്നു. അപ്പൊ ഒറ്റ ചേഞ്ചിൽ ശ്രദ്ധ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നു. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ ഒരു വിശ്വാസത്തിൽ ഇരിക്കുകയാണ്. പായോജി മേനെ രാമരത്തന് ധന് പായു എന്ന് മീരാബായി പറഞ്ഞത്. ഈ രാമരത്തന് ധന് കിട്ടി, എനിക്ക് ഇനി വേറെ ധനമൊന്നും ആവശ്യമില്ല. ആ ധനം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് മാത്രം എനിക്ക് കാണിച്ചു തന്നാൽ മതി. എങ്ങനെയാണ് സ്നേഹത്തോടുകൂടെ അങ്ങ് നൽകുന്ന പോലെ എങ്ങനെയാണ് എനിക്ക് നൽകാൻ പറ്റുക, അങ്ങേ പോലെ ഹമ്പിളായിട്ട് എനിക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, കമ്പാഷൻ എങ്ങനെയാണ് കാണിക്കാൻ, ഓരോ സ്ഥലത്ത് എങ്ങനെയാണ് ഓക്കെ, അത് മാത്രമാണ് നമ്മുടെ ഇതുണ്ടാവുക പാർട്ടിസിപ്പേറ്റ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ സാധന ചെയ്യും. അപ്പൊ നമ്മൾ സ്പിരിച്വൽ സാധന ചെയ്യുന്നത് നമ്മളെ സ്വയം ബെറ്റർ ആൻഡ് ബെറ്റർ ഇൻസ്ട്രുമെന്റ്സ് ആക്കി മാറ്റാനാണ്. അല്ലാതെ നമ്മൾ അവിടെ എവിടെ എത്താനുള്ളതൊന്നുമല്ല. നമ്മൾ ആ സമ്പത്തിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധന ചെയ്യുന്നത്, മെഡിറ്റേഷൻ ചെയ്യുന്നതും ശുദ്ധീകരണം ചെയ്യുന്നതും. ശുദ്ധീകരണം നമ്മൾ ചാനൽസിന്, നമ്മുടെ ഉള്ളിലുള്ള മനസ്സിന്റെ ചാനൽസിനെ പ്യൂരിഫൈ ചെയ്യുക. ഈഗോ കൂടുതൽ കൂടുതൽ വിശാലമായിട്ട് തരത്തിലേക്ക് വരിക, പ്യൂരിഫൈഡ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സാധന ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്പിരിച്വൽ സാധനയുടെ ഡയമെൻഷൻ മാറുന്നു. എന്തിനാണ് സ്പിരിച്വാലിറ്റി, എന്തിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നൊരു ഗോൾ തന്നെ അവിടെ മാറുകയാണ്. ഇതേക്കുറിച്ച് ഇൻട്രോസ്പെക്റ്റ് ചെയ്യൂ. അടുത്ത സെഷനിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.